എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രാവിലെ ഒരു കടുമാങ്ങ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മാങ്ങ എല്ലാം അരിഞ്ഞ് കടുമാങ്ങയ്ക്കുള്ള മാങ്ങ അരിഞ്ഞ് ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ. പിന്നെ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കടുകും ഉലുവായും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, പിന്നെ കായും. പിന്നെ നമുക്കതിനോട് ഒരു ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് കടുകുമാങ്ങ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ഇപ്പം ഇങ്ങനെ ഒരു പാനൊരു തടുപ്പി വെച്ചിട്ട് അതൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ സോസ് പാൻ ഇങ്ങനെ ചൂടായി അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിൽ ഇത് എണ്ണ സൺഫ്ലവർ. അച്ചാറിന് എപ്പോഴും അങ്ങനത്തെ എണ്ണയായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കടുകും ഉലുവായും ഇടും. ഇതിലൂടെ ഉപ്പ് വേണം. ഞാൻ ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ല, ഉപ്പ് എടുക്കാം. അതിലൂടെ നമുക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല. കടുമാങ്ങയല്ലേ, അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ വെള്ളം ഉണ്ട് ഇതിനകത്ത് ജസ്റ്റ്. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ തീ ഒന്ന് കുറച്ച് ഞാൻ ഏറ്റവും സിമ്മിലിട്ടു കരിയടി. അപ്പം നമുക്കത് ഈ മുളക് പൊടി ഒന്ന് ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ഇട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഉപ്പിൻ്റെ വെള്ളം അങ്ങോട്ട് ഒഴിക്കും. അതാ കടുകുമാങ്ങയുടെ തന്നെ വെള്ളവും. ഇനി നമുക്ക് അത് മാങ്ങ അങ്ങോട്ട് അറിയാം. മാങ്ങ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇടാം. ഞാൻ തീയാണ് സിമ്മിലിട്ടേക്കും. പിന്നെ നമുക്ക് നമ്മുടെ കായുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കായം ഇടും, കായപ്പൊടി. അപ്പം അത് ഇനി ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പം അത് നമുക്ക് എടുത്തോണ്ട് ഞാൻ വരട്ടെ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇച്ചിരി നമുക്കൊരു ശകലം പഞ്ചസാരയില്ല, ആ പുളി ഇതുമൊക്കെ ഒന്ന് ബാലൻസ് നിൽക്കാം. കടുമാങ്ങ എല്ലാവർക്കും വെക്കാൻ അറിയാം. അപ്പം നമുക്ക് അതൊന്ന് ഞാനൊരു വട്ടം ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇല്ലാതെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കടുമാങ്ങ എല്ലാം നല്ല റെഡിയായി. കടുമാങ്ങ എല്ലാം നല്ല ഇതായി. നിങ്ങളെ ഒന്ന് കാണിക്കാം കടുമാങ്ങ. അപ്പം കടുമാങ്ങ നല്ല ഫിനിഷായി. ഇനിയും നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. കടുമാങ്ങ നല്ല അടിപൊളി കടുമാങ്ങ. ഞാനിതൊരു ഇവിടെ ഒരു മാളുണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ് മാങ്ങ. അപ്പം എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ.